അച്ഛാ വാ. ദാണ്ട ഈ വടക്കുവശത്ത് പ്ലേ ഏരിയ ഉണ്ട്, അവിടെ വർത്താനവും പറഞ്ഞ് ഊഞ്ഞാലാടിയിരിക്കാം. ഞാൻ പറഞ്ഞില്ല നമുക്ക് ഒറ്റയ്ക്ക് വന്നാ മതി. എടീ നിന്റെ അച്ഛനമ്മ എന്റെ അച്ഛനമ്മല്ലേ? പിന്നെ പിള്ളേരുടെ ഒരു ആഗ്രഹമല്ലേ, വാന്ന് നമുക്ക് പോയിട്ട് വരാം. ഞാനൊന്നുമില്ല, എന്റെ കയ്യിൽ എന്തെങ്കിലും അബദ്ധം പറ്റിയിട്ട് വേണം മറ്റവന് ചിരിക്കാൻ. പേടിക്കണ്ടെന്നേ, നീ വേണമെങ്കിൽ ഒറ്റയ്ക്ക് പോകും. പിള്ളേര് വിളിക്കുന്നു. നമുക്ക് ദാണ്ട നല്ല ചൂട് 2 കൂട് പോപ്കോണും വാങ്ങിച്ചോണ്ട് ഇവിടെ ഇരിക്കാം. ഒന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങിട്ട് വരാം. ഒന്ന് വെറുതെ ഒന്ന് കറങ്ങിയിട്ട് വരാം. ഏതായാലും ഇതുവരെ വന്നില്ല. വാന്ന് ഏത് അവരിട്ടേക്കും പോലത്തെ ആ സാധനം ഇത് അതൊന്ന് ഇട്ട് കൊടുക്കണേ. ഇത് തന്നെ താങ്ങൂല. നീ വേറെ എടുത്തോ, എനിക്കൊന്നും ആവശ്യമില്ല, ഒരെണ്ണം പോരെ. എനിക്ക് കാലിലിടാനും കിട്ടുന്നുണ്ടോ? ഒരെണ്ണം കൂടെ കിട്ടും. ആവശ്യമുണ്ടോ മനുഷ്യന് നാണം കിട്ടാനായിട്ട്? കാണിക്കാച്ചന്റെ കൈ പിടിക്കേ. അച്ഛാ സൂക്ഷിച്ചു പിടിച്ചോ. നീ വലിക്കരുത്. വെള്ളം കണ്ട അല്ലെങ്കിലേ പേടിയാ. എടാ ഞാനിവിടെ നിന്നോളാം, നിങ്ങൾ പോയിട്ട് വാ. ഫ്രണ്ടിലത്തെ ഡെക്കിലേക്ക് വെച്ചോ. ആ പിടിച്ചോ, സൂക്ഷിച്ചു കേട്ടോ, പിടിച്ചിറങ്ങണം. റിലാക്സ് റിലാക്സ് ഡോക്ടറാ. റിലാക്സ്. എന്താ പറ്റിയത്? ബോട്ടിങ്ങിനെ തെന്നിയുള്ളതാ. പ്ലീസ് പറയൂ, എന്താ പേര്? ഉണ്ണിയച്ഛൻ. ആള് പറയട്ടെ, പേഷ്യന്റ് പറയട്ടെ, പറയൂ. ഡോക്ടറെ പേര് ശങ്കുണ്ണി. ഞാൻ പറയുന്നത് കേൾക്കണം. എന്റെ മരണമൊഴി എടുക്കണം ഡോക്ടറെ. മരണമൊഴിയോ? അതിന് നിങ്ങക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. എന്റെ കാല് പിടിച്ച് വലിച്ചെടുത്തോണ്ട് പോയി വെള്ളത്തിൽ മുക്കി കൊല്ലാൻ നോക്കിയവനാ. അവനറിയാം എനിക്ക് നീന്തൽ അറിയില്ല. ആർക്ക്? മാധവൻ. മാധവനോ? തന്നെ വീട്ടുകാരും കണ്ടില്ലല്ലോ ഒരു മാധവനെ അവിടെ. നീ കണ്ടായിരുന്നോ? അവനെങ്ങനെ കാണാനാ? അവൻ കല്യാണം കഴിച്ചിപ്പോ വന്നതല്ലേ ഉള്ളൂ. കല്യാണം കഴിച്ച കണ്ണ് കാണത്തില്ലേ? എനിക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷെ വീട്ടുകാരും കാണാത്ത സ്ഥിതിക്ക് കേസ് തള്ളിപ്പോവും. അല്ലെങ്കിൽ തന്നെ അയാളെന്തിനെ തന്നെ കൊല്ലണം? വൈരാഗ്യ സാറേ, അതിപ്പോ തുടങ്ങിയതല്ല, പണ്ടേ തുടങ്ങിയതാ. അതെ, പണ്ട് ഞാൻ ഇതുപോലെ കുളിക്കാനായിട്ട് വെള്ളത്തിൽ ഇറങ്ങി കഴിഞ്ഞാൽ ഉടനെ ആവും വന്ന് കാല് പിടിച്ച് താഴോട്ട് കൊണ്ടുപോകും കൊല്ലാൻ. ഇപ്പോഴും അങ്ങനെ തന്നെ എങ്ങനെ പിടിച്ച് വലിക്കണ എനിക്കറിയാം. സാറേ, വെള്ളത്തിൽ വീണ ഷോക്കിൽ അച്ഛൻ പിച്ചുമ്പേം പറഞ്ഞത്. നമുക്ക് കേസില്ല. സിയോ ഒന്നും നോക്കൂല ഞാൻ. നീ അല്ലല്ലോ അനുഭവിച്ചത് സാറേ. ഇവൻ അടക്കം എല്ലാവരും അവന്റെ സൈഡാ, മാധവന്റെ. പക്ഷെ കോടതി എന്റെ കൂടെ. എല്ലാത്തിനും പെടുത്തും ഞാൻ, നിന്നെയും പെടുത്തും. അതിന് ഞാൻ എന്തോ ചെയ്തു? നീയാണ് എന്നെ വന്ന് ഇട്ടിട്ട് കയറി കെട്ടാന്ന് പറഞ്ഞ തള്ളി ഇറക്കാൻ നോക്കിയത്. അവൻ പറഞ്ഞ ഏൽപ്പിച്ചത്. എനിക്ക് കോടതിയുണ്ട്, ഒരുത്തനും ഞാൻ വെറുതെ വിടില്ല. എല്ലാത്തിനും കോടതി ഏറ്റു. എന്താ എന്താ പറ? ഉണ്ണിയച്ഛനൊന്നും മരത്തായിരുന്ന മതിയായിരുന്നു. ഞാൻ കാരണം മതിയേട്ടാ. അതെന്റെ തന്നെയാടാ. അയാളാ ചെയ്യും. വെള്ളത്തിന്നല്ല, പാതാളത്തിന്ന് വരെ അയാൾ വന്ന് കാലി പിടിച്ചു വലിക്കും. അത് ചെയ്യാൻ ഈ പഞ്ചായത്തിൽ അയാളുള്ളൂ. അത്ര നല്ല മോനാ. എന്റെ അപ്പനാരായിരുന്നു മോൻ. എന്നെ കൊണ്ട് ഏത് പ്രായത്തിലായി നോക്കിക്കാൻ തുടങ്ങിയതാ. അയാൾ മെയ്യാണെങ്കിൽ എന്തെങ്കിലും ചെയ്യേണ്ട ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? സിയോ. ശരിക്കും ഇവര് തമ്മിൽ എന്തായിരുന്നു പ്രശ്നം? ശരിക്കും അവര് തന്നെയായിരുന്നു പ്രശ്നം. ഇനി ചൊണ്ടിക്കണ്ട, ഇവരെ തീർക്കോ. നീയൊക്കെ ഈ ലോക്കലായിട്ട് ജാതി നല്ല സാധനം ഒഫീഷ്യലായിട്ട് ഞങ്ങൾ അവിടെ വെച്ച് അടിച്ചോളാം. ഞങ്ങളെ അലിഞ്ഞു തന്നമാരുണ്ടാക്കിയ പ്രശ്നങ്ങളെ ഞങ്ങള് തമ്മിൽ തീർത്തോളാം. പിന്നല്ല, എനിക്കേ ഒരെണ്ണം അടിച്ചിട്ട് ഞാൻ പറയാം. നിങ്ങൾ തന്തമാരെ അങ്ങനെ ഉണ്ടാക്കാൻ നിൽക്കണ്ട. ഞാൻ കണ്ടുണ്ട് മനുഷ്യ സ്നേഹം. അതായിരുന്നു മാധവൻ ചേട്ടൻ. അയ്യോ, എന്തിന്? സ്വന്തം പെങ്ങളെ പോലും അദ്ദേഹം സ്നേഹിച്ചിരുന്നു. എന്റെ മാധവൻ ചേട്ടൻ. ഇതെന്ത് തേങ്ങ? ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ എല്ലാരും കുളിമുറി വീണാ കിടപ്പിലാണ്. ഞാൻ എല്ലാരോടും പറയും, ഈ കുളിമുറി ഇടരുത്. ഞാനും ഇത് അപ്പളേ പറഞ്ഞാ പൊളിച്ച ടൈലിടണ്ടായിരുന്നു. പക്ഷെ ഓള് ഒരൊറ്റ നിർബന്ധം. ഇപ്പൊ ആര് കേക്കാൻ? വീണ് കിടക്കുമ്പോ നല്ല ഭംഗിയല്ലേ കാണാൻ? ഭംഗിയില്ല പോലും കുളിമുറിയില്ലേ. ആ പിന്നെ ഞാൻ തരുന്ന ഈ മരുന്ന് മാത്രം കഴിച്ചാ പോരാ. ആരെയാലും ഒന്ന് അറിയാവുന്നവരെ വിളിച്ച് തടവിക്കുന്നത് നല്ലതാ. അതിപ്പോ പിണങ്ങി കളിയാനാണെങ്കിൽ ബെസ്റ്റാ. ഫ്രണ്ടേ, ചേട്ടാ വണ്ടി ഒന്ന് തിരിച്ചു നിർത്തിയേ. ഓ, മാലതിയിലൊന്ന് കണ്ടിട്ട് പോകാം.
ശരി. ഓക്കെ, 10 മിനിറ്റ് ഞാനൊന്ന് ശരിയാക്കിയിട്ട് വരാം. മലതി, എടി പോത്തേ. ആ കാലെവിടെ? എന്തിനാ നീ ബാത്റൂമിൽ വീണത്? വേദനയുണ്ടോ? ഇല്ല. ഇല്ലേ? ഉണ്ട്. ചേട്ടൻ തിരിഞ്ഞു പിടിച്ചെന്നാ തോന്നുന്നത്. 7 ദിവസം സ്ഥിരമായി തിരുമണം. തിരുമ്മി കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിച്ചാ മതി. അപ്പോ ഒരാഴ്ചക്കൊന്നും തിന്നാൻ പറ്റൂല? അതല്ലടി പോത്തെ, തിന്നുന്നതിന് മുമ്പ് തിരുമ്മ. പോത്തെ, നിന്റെ എരുമക്കെട്ടിയനോട് പറഞ്ഞേരി. കാണാം. ശരി. നാളെയും വരുമോ തീരുമാൻ? ഫ്രണ്ടേ, എന്തോ വണ്ടി എടുക്ക്. മല തിരിഞ്ഞ് ഓടി നടക്കും. ഉറപ്പല്ലേ? ടി വി അങ്ങ് നിർത്തിക്ക. മനുഷ്യൻ ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴാണ് ഇന്ത്യൻ പാകിസ്ഥാന്റെ കളി. പിന്നല്ലാതെ ഓസ്ട്രേലിയ ആയിരുന്നെങ്കിൽ ഇത്ര പ്രശ്നമില്ലായിരുന്നു അല്ലേ അണ്ണാ? ഹലോ. ഹലോ സാറേ, നമ്മുടെ അഡ്വക്കേറ്റ് കോടതിയിൽ നന്നായിട്ട് വാദിച്ചതാ. പക്ഷെ ആ ജഡ്ജ് ആരുടെയോ സ്വാധീനത്തിന് വഴങ്ങി കേസ് നമ്മൾ തോറ്റുപോയി. അതെ അതെ, അതായിരുന്നു സംഭവം. താങ്ക് യു, താങ്ക് യു, കൺഗ്രാറ്റ്സ് സർ. താങ്ക് യു, കൺഗ്രാറ്റ്സ്. താങ്ക് യു. സത്യഭാമ, കൺഗ്രാറ്റുലേഷൻസ്. സത്യഭാമ വിൽ മിസ് യു. കൺഗ്രാറ്റുലേഷൻസ്. എന്ത് കൺഗ്രാറ്റുലേഷൻസ്? പിന്നെ എതിർഭാഗോടാ മുരളി. മോളെ ഒറ്റക്ക് ഇരുത്തിയിട്ട് ഈ പുറത്തോട്ടുള്ള കറക്കം അത്ര നല്ലതല്ല. എന്ത് ചെയ്യാനാ, തീരെ സുഖമില്ല. ഇടയ്ക്ക് ഇങ്ങോട്ട് വരാറുള്ളൂ. പൈൽസ് തന്നെ. വെരി ഗുഡ്. വടാ, കാരണം ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് ചേട്ടാ. കൊച്ചുനാള് മുതൽ കാണുന്ന കൊച്ചാ. അതിനടിച്ച കേറ്റിക്കോളാം ഞാൻ. ആ വക്കീലിന്റെ ഒന്ന് കൊടുത്തേ, ഗുഡ് ന്യൂസ് ഉണ്ട്. ഹലോ, പറയൂ. എടോ, താൻ എന്നോട് ചോദിച്ചില്ല ഞാൻ ഈ കേസ് ജയിച്ചു കഴിഞ്ഞാൽ വസ്തു എന്ത് ചെയ്യുന്നു? ചോദിച്ചു. അത് ഞാൻ വിറ്റിട്ട് നിന്റെ അമ്മായിയമ്മേനെ ആദ്യം കെട്ടിക്കും. എന്താ പറഞ്ഞേ? നിനക്ക് അമ്മമ്മ ഉണ്ടോ? അവരെയും പിടിച്ച് ഞാൻ കെട്ടിക്കും. അല്ല, അമ്മൂമ്മ അത്. കോടതി വളപ്പിലെങ്ങാനും നിന്നെ കണ്ട കേട്ടാ. ഓക്കെ, താങ്ക് യു. വീട്ടിലെ ആ പറമ്പിൽ അവനെ കൊണ്ട് കാല് കൂട്ടിക്കില്ല. ആ, നീ ഫോൺ എടുത്തതല്ലേ? എന്തായാലും ഒരു വീഡിയോ എടുത്തോ. നമ്മ വിജയിച്ച് കയറണല്ലേ? നമുക്ക് റീലിടാം. തങ്കഭസ്മക്കുറിയിട്ട തമ്പുരാട്ടി തിങ്കളാഴ്ച നോയമ്പെന്ന് മുടക്കും ഞാൻ. ദവന്മാര് പണി തന്നതാ ചേട്ടാ. ഇത് സൂപ്പർ ഫ്രെയിമാ കേട്ടോ. അങ്ങനെ നിന്നു. ഈ വയറിളക്കം വൈറലാവും ഉറപ്പാ. ഫ്രണ്ടേ, എന്തോ ഇതൊരു ചുമടുണ്ടല്ലോ. കണ്ട് ഞാൻ എല്ലാം കിട്ടിയിട്ടുണ്ട്. തീട്ടം കണ്ടിട്ട് നാട്ടുകാരുടെ എന്ന് തോന്നാനുണ്ട. മൈൻഡിൽ ഷൗട്ടിയ പോലെ പോയടാ. ചേട്ടാ, ഇത് ഇച്ചിരി അക്രമമായി പോയി. ചേട്ടാ, ഇത് നമ്മൾ തിരിച്ചടിക്കണം. പറ്റോ?
ഈ തെണ്ടിക്കൂടെ മാറിക്കട അങ്ങോട്ട്. ശങ്കുണ്ണി ഇറങ്ങി വാടാ. നീ എവിടെ വിളിച്ചാലും നിന്നെ ഞാൻ പൊക്കൂടാ. അവന്റെ ഒരു നമ്പൂതിരി റൈസ്. അത് തന്നെ. എന്നാണ് നീ നമ്പൂരിയായത്? നിന്നെ ഞാൻ പുതപ്പിച്ച് കിടത്തൂടാ. കുറച്ചുകൂടെ പറ. കുറച്ചുകൂടെ അങ്ങ് പറ. ഇയാളാണല്ലേ ഉണ്ണിയച്ഛനെ മുക്കിക്കൊല്ലാൻ ശ്രമിച്ചത്. എനിക്കിനി മതിയായില്ലേ? ഫ്രണ്ടേ, ആരും ശ്രദ്ധിക്കുന്നില്ലല്ലടാ. ശരിയാണല്ലോ. ആരും കേട്ട് കാണത്തില്ലേ? ചേട്ടാ എനിക്ക് തോന്നിയമാരല്ല ഹിന്ദിക്കാരാണ്. സുഗമ ഹിന്ദി പാസ്സായ എന്നോടാ. കുറച്ചുകൂടെ പറ. നമ്പൂതിരി സാലേ. ചേട്ടാ ചേട്ടന്റെ ഹിന്ദി വർക്കായി. बाप को मैंने पयंपुरी बनाऊंगा. എന്താ പ്രശ്നം? ഇവനുണ്ടല്ല, ഇവൻ നമ്പൂതിരി ഒന്നും അല്ല. കച്ചവടത്തിന് വേണ്ടി നമ്പൂതിരി അല്ല എന്തുമാകും അവൻ. എന്ത് നമ്പൂരി? അത് കമ്പനിയുടെ പേരല്ലേ? ആഹാ, അന്തർജന അകത്തുണ്ടായിരുന്നോ? നമ്പൂതിരി അല്ലേ അകത്ത്? ഓവറാക്കണ്ട. അന്തർജനമൊന്നല്ല. പിന്നെ അതറിയത്തില്ല. ആ മിസ്സിസ് നമ്പൂതിരി. നിന്നെയും കത്തിക്കും ഞാൻ തീട്ടത്തില്. ചേട്ടാ ചവിട്ടിന്നറി. നീ പറഞ്ഞൂടെ നാറ്റിക്കണ്ട. ശരി ചേച്ചി. എല വെട്ടിക്കോടാ. നിന്റെ അപ്പനെ കിടത്താം. നിന്റെ അപ്പനെ ഞാൻ പുതപ്പിക്കൂടാ. ചേട്ടാ ഉണ്ട്. ചേട്ടാ ഇത് കണ്ട, ഇതുപോലെ പുതപ്പിക്കും ഞാൻ. കണ്ട കാലിന് പണി കെട്ടി. എടുക്കെടുക്ക. എന്റെ മുണ്ട് പോയാലെന്ത്? ചേട്ടൻ പൊളിച്ച്. താങ്ക് യു. കൃത്യം ഇഷ്ടമില്ലാത്തവന്മാര്. നേരത്തെ വന്ന് നിപ്പുണ്ടാവന്മാര്. സഖാവ് ചെന്നോളൂ. അയ്യപ്പ സ്വാമി, വാ നമുക്കും കേറാം. ചേട്ടാ നല്ലോണം കഴിക്കും. ചെറിയ നാറ്റം എപ്പോഴും ഉണ്ട്. ശരിക്കും ശരിക്കും. ആ ഡ്രൈവർ നിർത്ത. ഏത് ഡ്രൈവറിനാ? കുത്തുമ്പം കാണുന്ന. ഓ പെൻ ഡ്രൈവ്. അത് അണ്ണന്റെ പോക്കറ്റിലാണ്. സഖാവേ, എന്റെ വീടും മില്ലും കടന്നാക്രമിച്ചു. പോരാത്തതിന് വധശ്രമം. കഷ്ടിച്ചാ ഞാൻ രക്ഷപ്പെട്ടത്. അതിന്റെ എല്ലാ ദൃശ്യങ്ങളും ഈ CCTVയിലുണ്ട്. സഖാവേ, നമ്മൾ എന്തെല്ലാം സമരമുറകൾ പ്രയോഗിച്ചിരിക്കുന്നു. പക്ഷെ ഇത് അങ്ങനെയാണോ? ഈ നാട്ടിൽ എത്രയോ കേസുകൾ ജനങ്ങൾ തോൽക്കുന്നു എന്ന് വിചാരിച്ചു ഒരു ലോറിക്ക് ആളെ വിളിച്ച് പറമ്പിൽ തുറക്കുകയാണ് ചെയ്യണത്. ഒന്നുമില്ല. ഹാർട്ട് അറ്റാക്ക്. മാധവാ, സഖാവേ പറയൂ. ഇതൊരു ഉപകാരമായിട്ട് കൂട്ടിയാ മതി. എന്ത് തൂർന്നതാ? ഛേ, എടോ ഇത് തെങ്ങിന് വളമല്ലേ? പിന്നെ വളം എങ്കിൽ കുറിച്ച് ഞാൻ ഇവിടെ കൊണ്ടുവെക്കാം. സഖാവേ, സഖാവിന്റെ ഭാര്യയും കുട്ടികൾ ആരെങ്കിലും അപമാനിച്ചാൽ സഖാവിന് സങ്കടം വരോ? മാധവാ, സഖാവേ, ഇത് ഭാര്യയല്ല, പറമ്പ. സഖാവേ, ഞാൻ ഈ കേസ് അറിയുന്നത് തന്നെ നാട്ടുകാർ പറഞ്ഞിട്ടാ. അല്ലെ തന്നെ ഞാൻ ഇമ്മാതിരി അപ്പി കേസുമായിട്ട് പോകുന്നു സഖാവിന് തോന്നുന്നുണ്ടോ? ഈ പട്ടി ആ പരിസരത്ത് കണ്ടവരുണ്ട്. ഉണ്ട്. പട്ടിയല്ല, പെട്ടിന്നാണ് അയാൾ വിളിക്കുന്നത്. പെട്ടിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഇതൊക്കെ ചുമ്മാ ആരോപണങ്ങളല്ലേ സഖാവേ? കണ്ടവരുണ്ടെങ്കിൽ കൊണ്ടുവരാൻ പറ. നീ കൊണ്ടുവരാ. നിങ്ങൾ രണ്ടുപേരും നമ്മുടെ പാർട്ടിക്കാരായിപ്പോയി. അല്ലെങ്കിൽ ഈ കേസ് പുഷ്പം പോലെ പരിഹരിക്കായിരുന്നു. അട്ടെ, എത്ര പേരുണ്ടായിരുന്നു? ഇല്ല, ഒന്നുമില്ല. ആംബുലൻസ് വിളിക്കണോ? എത്ര പേരുണ്ടായിരുന്നു? തൂറാനോ? 15. അതെങ്ങനെ മാധവന് കൃത്യമായിട്ട് പറയാൻ പറ്റി? എന്തായാലും ചവിട്ടി. പിന്നെ നടന്നങ്ങടെ ഞാൻ എണ്ണി. ഭക്ഷണം കണ്ടിട്ട് അറ്റാക്ക് തന്നെ മേജർ. പുതിയ ലോക്കൽ സെക്രട്ടറിനെ നോക്കേണ്ടി വരുമോ? ഗ്യാസിന്റെ ഇല്ല. ഒന്നുമില്ല. മാറ്. ഇല്ല, അറ്റാക്കാണ്. വണ്ടി വിളിടാ. എന്തു എല്ലാരും വീണോ? മീറ്റിംഗ് നടക്കുന്നുണ്ടെങ്കിൽ എല്ലാരും വീണോ? പോകുമ്പോ കഴിവുണ്ടാശാനെ ആണോ? അണ്ണാ ഇത് നോക്ക്. അതെങ്ങനെയുണ്ട്? കൊച്ചു പ്രായത്തെ അവന്റെ വെടിവെപ്പ്. ഇങ്ങോട്ട് വന്നേ, എനിക്ക് വേറൊരു കേസ് ചോദിക്കാനുണ്ട്.
ആൾക്കൊന്നിന് 2000 വെച്ച് 20 പേരെ തൂറിപ്പിക്കാൻ 40,000 രൂപ നീ എൻ്റെ നിന്ന് വാങ്ങി. എന്നിട്ട് അവന്റെ കണക്കിന് 15 പേരല്ലേടാ ഉള്ളു. ബാക്കി 10,000 രൂപ എവിടെ? അപ്പൊ ഞാൻ എടുത്തെന്നാണ് അണ്ണൻ പറയുന്നത് 10,000 രൂപ. കണക്ക് പറയടാ. ഞാനല്ലേ? പിന്നല്ലാതെ അണ്ണ ഒരു 10,000 രൂപ ഉണ്ടാക്കണമെങ്കിൽ ഇതിന്റെ അകത്തുനിന്ന് അരിച്ചാക്ക മറിച്ചടിച്ചാൽ അണ്ണന്റെ RC ബുക്ക് പണയം വെച്ച് ഞാൻ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കുമായിരുന്നേ. അല്ലാതെ തീട്ടപ്പണിക്ക് പോകേണ്ട കാര്യമില്ല എനിക്ക്. നിന്റെ സെന്റ് കയറി വണ്ടി കയറി ചുമ്മാ അരി അണ്ണ ഇങ്ങനെ സത്യസന്ധത ചോദ്യം ചെയ്യരുത് ആരെയും. ഞാനങ്ങ് ഇല്ലാതെ ആയിപ്പോയി. അത് പറ്റി നീ കയറി കരണ്ടോ വണ്ടി. എല്ലാരും തീറ്റിക്കാം എന്ന് വെച്ച് ഒന്നിച്ച് തൂറ്റിക്കാൻ പറ്റൂ? ചേട്ടാ വൈകുന്നേരം വരുമ്പോ അരിയുടെ കണക്കും RC ബുക്കും തന്നെ ഏൽപ്പിക്കണം. അതാണ്ട് വീണ്ടും വിശ്വാസക്കുറവ്. ഇതിനകത്ത് ഇപ്പോഴൊരു നാറ്റമുണ്ട്. ഇല്ല, ഞാൻ മാധവൻ ചേട്ടന്റെ കള്ള് മേടിച്ചു കുടിച്ചിട്ടുണ്ട്, പക്ഷെ കാശടിച്ച് മാറ്റിയിട്ടില്ല. ശരിക്കും അവരുടെ കാശടിച്ച് മറ്റേത് വേറെ 2 പേരാണ്. ഒരു ചേട്ടനും ഒരു അനിയനും. ഇത് ഇച്ചിരി പോത്താ, ഇത്തിരി പന്നി. ആ ഞങ്ങളെ പറ്റിച്ച് കാശുണ്ടാക്കിട്ട് എനിക്കറിയാം എന്റെ ചങ്ങുണ്ടി ചേട്ടന്റെ പൈസ നാളെ കിട്ടും. ഇതെല്ലാം നമ്മളല്ലേ കിളവമ്മക്കന്നെ ഉന്നം മറന്നോണ്ട് രക്ഷപ്പെട്ടു. എന്റെ അളിയ അങ്ങക്ക് എവിടെ നളിയാ തോക്ക് എടുത്ത് വെച്ച് വെടിവെച്ച് കളഞ്ഞളിയാ അയാള്. ഞാൻ വിചാരിച്ചു ഉണ്ട ഇതുവഴി കയറി ഇതുവഴി പോകുന്നു. എന്റെ അമ്മേ, നിങ്ങളിത് എവിടെയായിരുന്നു മനുഷ്യനെ വെറുതെ തീ തീറ്റിക്കാൻ? എത്ര നേരം ഞാൻ വിളിച്ചു, മൊബൈൽ കിട്ടുന്നേ ഉണ്ടായിരുന്നില്ല. വഴിയിൽ വെച്ച് ഫോൺ ചത്തുപോയെന്ന്. ചോറെടുത്ത് വെക്കട്ടെ? വേണ്ട വേണ്ട, എനിക്ക് ഇന്നത്തെ ദിവസം നല്ല വിശപ്പില്ല. നീ എവിടെ നിന്ന്? ആ പോളച്ചാ. ശങ്കുണ്ണി, ആ നമ്മുടെ മാധവൻ പാർട്ടിക്കിടെ കുഴഞ്ഞു വീണ് മരിച്ചു. ആരാ? നമ്മുടെ മാധവനെ, അവൻ മരിച്ചടാ. കുറെ നേരം കൊണ്ട് നിന്നെ വിളിക്കാൻ ശ്രമിക്കുന്ന. ഞാൻ പിന്നെ വിളിക്കാം. നല്ല വിശപ്പ്, കഴിക്കാൻ എന്തെങ്കിലും എടുത്തു നോക്ക. കുറച്ചുകൂടെ കഞ്ഞി എടുത്തുണ്ടോ? അത് കൊള്ളാം, വിശപ്പില്ല എന്ന് പറഞ്ഞിട്ട്. ദാ കഞ്ഞി. ഇതെന്താ? ഇതാണ് വിശപ്പില്ല എന്ന് പറഞ്ഞത്. ഇതെങ്ങോട്ടാ പോകുന്നത്? എന്താ പ്രശ്നം? എന്താ? എന്തെങ്കിലും പറഞ്ഞാലല്ലേ എനിക്കറിയാൻ പറ്റൂ.
എടി ഇവിടെ കിടന്ന ഷർട്ട് എവിടെ ഞാൻ ഇട്ടോണ്ട് വന്ന? അത് ഞാൻ നനയ്ക്കാനെടുത്തു. നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ പറയാതെ നനയ്ക്കാൻ എടുക്കരുതെന്ന്. എന്നാൽ ഇയാൾക്കിതെങ്ങനെ വരാൻ തോന്നി? ഇതാരാ നോക്കി? ശങ്കുണ്ണേട്ടാ, എന്താ ഇവിടെ? ചെരുപ്പൂരിടം വന്ന് അതെ, അച്ഛൻ മരിച്ചു. മരിച്ചവരോട് ഒരു മര്യാദ കാണിക്കണ്ടേ? എല്ലാരും ഇങ്ങനെ നിന്നാ മതിയാ? ചടങ്ങ് നടത്തണ്ടേ? പുറത്തു പോയി രണ്ടുപേരെ വിളിച്ചോണ്ട് വന്ന്. രണ്ടുപേരെ വിളിച്ചോണ്ട് വരാൻ. കുറച്ച് പഞ്ഞി ഇത്തിരി തുണിയും കടുത്ത. ഇനി നീ ഞാനങ്ങനെ കാണുമല്ലോ. കുളിപ്പിച്ചിട്ട് കെട്ടിയാ പോരെ? സാരമില്ല, അന്നേരം അഴിച്ചു വിടാം. ആ സ്ത്രീകൾ കുടുംബക്കാരെങ്കിലും ആണോ? അല്ല. അത്രയും നല്ലത്. വായോ. ഇതാ ഇവിടെ എങ്ങനെ അരിവ് പറ്റിയിരുന്നെ?
മോളെ മോള് തലക്കലിരിക്കും. ഇതാരാണ്? ഞാനിവിടുത്തെ സർവന്റ്. ആ കാലിലിരി. എന്തെങ്കിലുമൊക്കെ മിണ്ടിയും കരഞ്ഞോണ്ടിരിക്കും. മരണം ഇവിടല്ലേ, നാട്ടുകാരറിയിട്ട്. മോനേടാ ഒരു വെള്ളം മുണ്ടും എടുത്ത്. മോളെ അകത്ത് പോയി ഒരു വെള്ളം മുണ്ടും എടുത്ത്. അലക്കിയതായാലും മതി. ചെല്ലേ. പോ. ഇങ്ങ് വന്നേ, ഇങ്ങോട്ടൊന്ന് വന്നേ. അയാൾക്ക് എന്താ ഇവിടെ കാര്യം? അയാൾ ആരാ മുണ്ടെടുക്കാൻ പറയാൻ? നീ ഒന്ന് പതുക്കെ പറഞ്ഞു. മുണ്ട് നമ്മുടെ അച്ഛനെ പൊതിപ്പിക്കാനല്ലേ? അച്ഛൻ ഉണ്ടായിരുന്നെങ്കിലേ അയാളെപ്പോ ഇവിടെ കയറ്റുവോ? പൊട്ടൻ ഞങ്ങള്. ഇവിടെ കലണ്ടറില്ലേ? വേലക്കാരിക്കാണല്ലോ തേങ്ങല് കൂടുതൽ. ശരിക്കും അറിയാത്ത ഉണ്ടവിടെ. എടാ ആൾക്കാരൊക്കെ വന്നു തുടങ്ങിയില്ലേ? അച്ഛനല്ലേ പുതപ്പ് ചേർത്തണ്ടേ? എന്തിനു വെറുതെ പുതുകടി വിളിക്കുന്നു? ചെല്ലേ. അതെ, ഇവിടെ മുണ്ടില്ലാന്നൊന്ന് വാ തുറന്ന് പറ. അടിയിലോട്ട് നോക്ക്. അവിടെ ഒന്നില്ല. ആ പറഞ്ഞ പോലെ നിന്റെ അച്ഛൻ മുണ്ട് കൊടുക്കൂലായിരുന്നല്ലോ. ഒരു പഴംതുണി പോലും ഇല്ലല്ലേ? മാറും. വരെ